കണ്ട ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നില്ലേ? പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ക്യാപ്സിക്കം ബെൽ പെപ്പേഴ്സ് ആട്ടോ. നമ്മുടെ ശർമാജിയുടെ കട ഇരിക്കുന്നത് കണ്ടിട്ട് ഭംഗി കണ്ടിട്ട് രാക്കെ വാങ്ങി വന്നത്. മഷ്റൂമും ഉണ്ട്, ഒരു മഷ്റൂം ചില്ലി എങ്ങാണോ ഒന്ന് തട്ടിക്കൂട്ടണം. അപ്പോൾ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തണുപ്പ് കാലം വന്നു. അങ്ങനെ രാവിലെയൊക്കെ ഒരു 10 ഡിഗ്രി ആട്ടോ. ഇനി അത് താന്ന് വരത്തേ ഉള്ളൂ. ഹങ്കൂന്റെ ടിഫിൻ ബോക്സ് ആണ് ഒരു പാസ്ത, ഒരു ചട്പട്ട പാസ്ത, കുക്കർ പാസ്ത ആട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി കുറേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും ബോറടിപ്പിക്കാനായിട്ട് ഇരുന്നില്ല. അത് സെറ്റപ്പ് ആക്കി ഇതേ വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഹരിയാന ഗവൺമെന്റിന്റെ വക. അങ്കു നമ്മുടെ ഏതിനായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് പോയിണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടുന്ന് കിട്ടിയതാണ്. ഇത് ചൂടും തണുപ്പും ഒക്കെ ഉള്ള ഒരു ബോട്ടിലായുണ്ട്. അതായത് നമ്മുടെ ഫ്ലാസ്ക് പോലെ ഇൻസുലേറ്റഡ് ആണ്. ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും, ചെറിയ ചൂടേക്ക് വെള്ളം വെച്ച് കൊടുത്താലേ തണുപ്പത്ത്. അതാണ് ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത് കേട്ടോ. തണുപ്പായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ ഓടുന്നുണ്ട്. ഇപ്പോഴേ റെഡിയാക്കി വെച്ചാലേ അതൊക്കെ നല്ല തണുപ്പാകുമ്പോൾ സെറ്റ് ആവത്തുള്ളൂ. സമയം 6:30 കഴിഞ്ഞപ്പോൾ കണ്ടോ 10 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചിയുടെ കൂടെ ഈ പ്രാവശ്യം മഞ്ഞളും കൂടെ വാങ്ങിച്ചു. ഈ തണുപ്പ് കാലത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ കൂടെ ഒരു കഷ്ണം ഈ മഞ്ഞളും കൂടെ ഒന്ന് ചതച്ചിടും കേട്ടോ. ഇവിടെ പാലിലൊക്കെ ഇവര് ഇത് ചേർത്ത് കുടിക്കാറുണ്ട്. ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാ പറയുന്നത് കേട്ടോ. ഗോൾഡൻ മിൽക്ക് എന്ന് പറയും ഇവിടെ. പണ്ട് ഞാൻ അങ്കുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വലുതായതിനു ശേഷം പിന്നെ ഹോർലിക്സോ ബോൺവിറ്റോ ബൂസ്റ്റോ എന്തെങ്കിലും കലക്കി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ അവൻ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. പൊതച്ച് മൂടി. വലിയ തണുപ്പൊന്നും അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് തണുപ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. കൈയും കാലും ഒക്കെ ഇങ്ങനെ തണുത്ത് വരുന്നുണ്ട്. സോക്സ് ഒക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇട്ടാൽ മതി. ഇപ്പൊ നമ്മൾ കിച്ചണിൽ ഇരിക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് തണുപ്പ് പോകുന്നില്ലെങ്കിലും ചെറിയൊരു രീതിയിലുള്ള എന്താ പറയുക സ്വെറ്റർ ടൈപ്പ് സൂട്ട്സോ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ നമുക്ക് ആ തണുപ്പിനെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ്റും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ തുടയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് നല്ല ചൂടുവെള്ളത്തിൽ തുടച്ചെടുത്തോണ്ടേ ഇരിക്കണം ഇടയ്ക്ക്. കാരണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ എണ്ണയൊക്കെ വന്ന് വീണിട്ട് ഭയങ്കര മെഴുക്ക് വരും. അത് അപ്പോഴേ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പണിയാ. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാ. തണുപ്പത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം നമ്മുടെ കറുത്ത എള്ളും ശർക്കരയും ഏലക്കയും അതും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇതിന്റെ കൂടെ തേങ്ങ ചേർക്കാം. പക്ഷെ ഞാൻ തേങ്ങയല്ല ചേർത്തിരിക്കുന്നത്, പകരം തേങ്ങാപ്പാൽ പൊടിയാട്ടോ. എൻ്റെ കുറെ നാളായിട്ട് ഫ്രീസറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ അതാണ് ഇന്ന് ചേർക്കുന്നത്. അപ്പൊ ഞാൻ 2-3 ട്രിപ്പായിട്ട് ചെറിയ ജാറിൽ അരച്ചെടുത്തത്. അതായത് ചെറിയ രീതിയിൽ നമുക്ക് ചതഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എള്ളൊന്ന് ചതച്ചിട്ട് തേങ്ങാപ്പാൽ പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ശർക്കരയും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് നമ്മുടെ ഏലക്കയും കൂടെ 1-2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് ലാസ്റ്റ് ട്രിപ്പാ. അത് എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അതൊരു പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. കുറച്ച് എടുത്ത് കഴിക്കാം. ഈ എള്ളും തേങ്ങാപ്പാലും ഒന്നും ഫ്രിഡ്ജിൽ ഇരുന്നാലും കട്ടിയാവത്തില്ല കേട്ടോ. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ അക്ഷയ തൃതീയ ഉണ്ടല്ലോ, ദിവാലി ടൈമിൽ ഒരു അക്ഷയ തൃതീയ വരും. ആ സമയത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് നല്ലതാന്ന് പറയും. എല്ലാ വർഷവും കുറച്ച് ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഇതൊക്കെയാണ് കട്ടോരിയും ഒരു കുഞ്ഞുരുളിയും ഗ്ലാസും. ഈ ഗ്ലാസിന്റെ കുറെ കളക്ഷനാണ് എനിക്കിപ്പോ. ബ്രാസിന്റെയാ, നല്ല വെയിറ്റും ഉണ്ട്. ഈ പാത്രത്തിന്റെ കുറെ കളക്ഷൻ ഉണ്ട് എനിക്ക്. അതെല്ലാം ഒരു ദിവസം ഒന്ന് പുറത്തെടുത്ത് നോക്കണം ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന്. ഈ ഉരുളി ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് വിഷുവിനും വിശേഷങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ദൈവത്തിന് മുന്നിൽ വെക്കാൻ നല്ലതാ. അങ്കുവിന്റെ യൂണിഫോം ഓരോ സെറ്റ് വാങ്ങി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്. അധികം കേടൊന്നും ആയിട്ടില്ല. കാരണം തണുപ്പത്ത് ആകെ 2-3 മാസമാണ് നമ്മൾ ഇടുന്നത്. പിന്നെ അവധിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കെങ്കിലും ഓരോ ജോഡി വാങ്ങിച്ചു. സോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ ഹോൾ സെറ്റ് തണുപ്പ് എന്താ വെച്ചാൽ നമ്മുടെ രജായി ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ചൊക്കെ കിടക്കുന്ന ഒരു തണുപ്പുണ്ട് രാത്രി. നമ്മൾ ഹീറ്റർ ഇപ്പോൾ റൂം ഹീറ്റർ വെക്കുന്നില്ല. ഓയിൽ ഹീറ്റർ ഉണ്ട് നമ്മുടെ, പക്ഷെ അതിപ്പോ വെക്കുന്നില്ല. ജസ്റ്റ് ഇത് പുതച്ചെടുക്കാൻ ഒരു തണുപ്പുള്ളൂ. നല്ല സുഖമാണ്. ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്ത് സുഖമാണെന്നറിയാവോ. രാക്കേത് അങ്ങനെ ഓഫീസിൽ പോയി ഇറങ്ങി. നമ്മുടെ ആ ഫ്രണ്ടിൽ നിന്ന ചെടികളെല്ലാം മാലി ഗാർഡനേഴ്സ് വെട്ടിപ്പറിച്ച് കളഞ്ഞു. കുറെ ആലോവേരയും തുളസിയും എന്തൊക്കെയോ നല്ല നല്ല ചെടികളുണ്ടായിരുന്നു. അത് ക്ലീനാക്കി ഇട്ടു. നമ്മുടെ അകത്തോട്ട് വെയിൽ വരാനാ ചെടിയൊക്കെ കോതി മിനുക്കി വൃത്തിയാക്കി പുറത്ത് കാണുമ്പോൾ നല്ലതായിട്ട് ഇപ്പൊ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അത് വെയിൽ അകത്തോട്ട് കയറാനാ. എല്ലാ വീടുകളുടെയും സൈഡിലൊക്കെ അവർ ഈ മുരിങ്ങയൊക്കെ നിൽക്കുന്നതൊക്കെ വെട്ടി കളയുന്ന ഒരു ടൈമാണിത്. എന്തായാലും കറിവേപ്പ് മൊത്തത്തിൽ വെട്ടി കളഞ്ഞിട്ടില്ല. അതൊന്ന് കോതി നിർത്തിയിട്ടേ ഉള്ളൂ. എല്ലാം നമുക്ക് ആവശ്യത്തിന് പറിക്കാൻ പറ്റുന്ന കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ലഞ്ചിന് ഞാൻ ചോറ് വെക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് ഖീരും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഖീരെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽപ്പായസത്തിന്റെ ഇത് ശരിക്കും ആ പാലടയാട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ പാലിൽ ഏലക്ക അതും കൂടെ ഒന്ന് വേവിച്ചിട്ട് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഓരോ കട്ടോരി
ഇത് കുടിച്ചാൽ തന്നെ നമുക്ക് തണുപ്പ്, ശരിക്കും ഈ തണുപ്പത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. നമ്മൾ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് തണുപ്പിനെ അങ്ങോട്ട് ചെറുത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ സമയത്ത് ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഹെൽത്തി ആയിട്ട് നോക്കാനേ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ ശരിക്കും ഫാറ്റ് വേണം നമുക്ക്, എന്നാലേ നമുക്ക് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടുപോകും. അപ്പം തുണികളൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് ഉണക്കുന്നത്. എന്തായാലും അകത്ത് ഞാൻ ഹീറ്റർ വെച്ച് ഉണക്കാൻ തീരുമാനിച്ചു, അല്ലാതെ പറ്റത്തില്ല. ഞാനൊരു തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടോ, ചിക്കൻ മപ്പാസ്. ഈ തേങ്ങാപ്പാല് തണുപ്പത്ത് കട്ടിയാവത്തില്ല, പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണ പെട്ടെന്ന് കട്ടിയാവില്ല, തേങ്ങാപ്പാൽ കട്ടിയാവില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് എള്ളിടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അങ്ങനെയൊന്നും കട്ടിയാവത്തില്ല. സെയിം ആണ് ഈ തേങ്ങാപ്പാലിന്, ഫ്രിഡ്ജിൽ വെച്ചാലും കട്ടിയാവില്ല കേട്ടോ. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ തണുപ്പിനെ വരവേൽക്കുന്നത് കാണിച്ചില്ലേ? ഇത് നമ്മുടെ പുറത്തെ കാഴ്ചകളാ, ഹരിയാനയിലെ പുറത്തെ ഗ്രാമത്തിലെ കാഴ്ചകളാ. കൃഷിയൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഗോതമ്പും കടുകും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കടുക് ചെറിയ രീതിയിൽ പൂത്തു നിൽപ്പുണ്ട്. ശരിക്കും ഒരു ജാനുവരിയിലാണ് ഒരുപാട് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ട്രിപ്പിലുള്ള കടുകാണ്. ഇവിടെ മെയിൻലി കടുകും ഗോതമ്പുമാണ്, അല്ലാതെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യ കാണാൻ പറ്റിയ ഒരു ടൈമാണിത്. നോർത്ത് ഇന്ത്യൻ വിസിറ്റ് ടൈം എന്ന് പറയുന്ന ഈ ഒരു ടൈമാണ്. ഒരുവിധം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പും ആണ്, എന്നെ നല്ല രീതിയിൽ നമുക്ക് ചുറ്റും നടന്ന് കാണാനും പറ്റും. വെയിലിനൊന്നും അധികം ചൂടുമില്ല, ഒരു നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പോവാ. നമുക്ക് ഈ അടുത്തെന്ന് പറഞ്ഞാൽ വലിയ ഹൈഫൈ സെറ്റപ്പുള്ള കടകളൊന്നുമില്ല. ഇവിടെ ഒരു ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ഉണ്ട്. അത് ഇതാണ്, നമ്മുടെ പഞ്ചാബിലോട്ടും ഡൽഹിയിലോട്ടും ഒരുപാട് കണക്ഷൻസ് ഉള്ള ട്രാൻസ് ഹരിയ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പ്രസ് വേ ആണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ വീടിനടുത്താണ്. അപ്പൊ ഈ എക്സ്പ്രസ് വേയിൽ കയറിയാൽ ഈ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളും നല്ല റെസ്റ്റ് റൂംസും ഉള്ള ഒരു സ്ഥലം ഒക്കെ ഉണ്ട്. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഓറിയോ കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതാണ് ഏറ്റവും പഴയതും. ഇത് ആദ്യം ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ വന്നപ്പോൾ തന്നെ ഉള്ളൊരു സംഭവമാണ് ഓറിയോ. ഇതിനെ കുറിച്ചുള്ള ഞാൻ വ്ലോഗുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് ചായ കുടിക്കാൻ വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ നോർത്ത് ഇന്ത്യനും കിട്ടും, പിള്ളേർക്ക് ഇഷ്ടമുള്ള പാസ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് കോണ്ടി സ്റ്റൈലിലുള്ള ഇന്ത്യൻ സ്റ്റൈൽ കോണ്ടിനെന്റലും കൂടെ മിക്സ് ചെയ്തുള്ള ഡിഷസും, പിന്നെ നമ്മുടെ നാട്ടിലൊരു ബേക്കറി സെറ്റപ്പ് പോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ്, റെസ്റ്റ് റൂംസ് ഒക്കെ നല്ല കിടിലവാ. നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവിന് പോയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റും. അങ്കൂനൊരു ഷെയ്ക്കാണ് ഞങ്ങൾ, ജിഞ്ചർ ടീ. പിന്നെ അവന് ഇഷ്ടമുള്ള എന്തോ പാസ്തയോ ചിക്കൻ നഗറ്റ്സോ അതൊക്കെ വാങ്ങി. പിന്നെ മെയിൻ കോഴ്സിൽ തന്തൂരി ബട്ടർ റൊട്ടിയും പനീർ ബട്ടർ മസാലയും മഷ്റൂം അതിൻ്റെ ഒരു കറിയും സാലഡും. സംഭവം പൊളിയായിരുന്നു. നോൺ വെജ് ഇവിടെ കിട്ടും കേട്ടോ, പക്ഷേ മെയിൻ കോഴ്സിൽ ഇവരുടെ പനീറും മഷ്റൂമും അതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ. നമ്മൾ അതാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പുറത്തോട്ട് കാണുമ്പോൾ ചുറ്റും പാടങ്ങളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്. മൊത്തത്തിൽ ഒരു മഞ്ഞപ്പും മഞ്ഞവെയിലും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ 24/7 ആണ്, 24 മണിക്കൂർ ഇത് ഓപ്പൺ ആയിരിക്കും. അങ്കൂന് കുറച്ച് കേക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് പാഴ്സൽ വാങ്ങി കേട്ടോ. ഇവിടെ കുറേ ബേക്കറി ഇങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. കാരണം ഇത് കൂടുതലും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറേ സംഭവങ്ങൾ ഫ്രഷ് ആയിട്ട് വിറ്റ് പോവുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ ഇവിടുത്തെ ബാത്റൂം നോക്കി എന്ത് കിടിലാന്നറിയാമോ, എന്ത് വൃത്തിയാന്നറിയാമോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയായിട്ടുള്ള ഒരു വാഷ്റൂം ഈ ഒരു സ്ഥലത്താണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ എയർപോർട്ടിലുള്ള ബാത്റൂമിനെ കാട്ടിയും വൃത്തിയാണ്. ഇവിടെ കുറേ പേര് വന്നും പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ എന്ത് വൃത്തിയായിട്ടാണ് അവര് സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ. സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക മണം തന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് വർഷമായിട്ട് വരുന്നതാ. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെയാ ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ തണുപ്പ് കാലത്തെ വെൽക്കം ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു ഇന്ന്. ഇനി തിരിച്ച് വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.